എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വർഷത്തെ പ്ലം കേക്ക് റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ പ്ലം കേക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തരുന്ന ഒരു പ്ലം കേക്കാണ്. വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. പല രീതിയിൽ ഉണ്ടാക്കാം, പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പ്ലം കേക്കിന് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യം സോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനെപ്പോഴും പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ സോക്ക് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്ലം കേക്കിനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നല്ല വൃത്തിയുള്ളൊരു ഗ്ലാസിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിയാണ്. ഇനി ഇതിലേക്ക് നമുക്കിനി ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്ലേസ്ഡ് ചെറിയാണ്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയാണ്. നമ്മുടെ ബേക്കറികളിൽ കണ്ണാടി കുപ്പികളിലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ചെറിയാണ്. അത് 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാൻറ്റീഡ് ജിഞ്ചറാണ്, അതായത് ജിഞ്ചർ വിളയിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ അളവനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇതിനില്ല, നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് കറുത്ത മുന്തിരിങ്ങ അതുപോലെ തന്നെ മഞ്ഞ മുന്തിരിങ്ങ ചേർക്കുന്നുണ്ട്. അരിയില്ലാത്ത മുന്തിരിങ്ങയാണ് നമ്മൾ ഈ പ്ലം കേക്കിലേക്ക് എപ്പോഴും ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സും അതുപോലെ തന്നെ ഫിഗും എടുത്തിട്ടുണ്ട്. അത് ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഒരു 2 പിടി കാഷ്യൂ നട്ട്സ് ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ക്രാൻബെറി അതുപോലെ തന്നെ വാൾനട്ട്, ബദാം, പല ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാം. പിന്നെ നമ്മൾ മുഴുവനുള്ള സ്പൈസ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പ്ലം കേക്ക് സോക്ക് ചെയ്യുന്നത് റമ്മിലാണ്. റമ്മിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഓതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ 700 മില്ലി റം എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി റമ്മിന് പകരം നിങ്ങൾക്ക് റെഡ് വൈൻ വെച്ചിട്ടും സോക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടാണ് സോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ പ്ലം കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് അങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കാം. പക്ഷെ അന്നേരം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് മറക്കരുത്. അതുപോലെ കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നോർമൽ ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിരിക്കും തോറും ഇതിലേക്കെല്ലാം നന്നായിട്ട് ഇറങ്ങി പിടിച്ചു കിട്ടും. അപ്പോൾ ഇത് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത വർഷത്തേക്ക് നമ്മളിതാണ് എടുക്കുന്നത്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന പ്ലം കേക്കിന് കഴിഞ്ഞ വർഷം പ്ലം കേക്കിന് വേണ്ടിയിട്ട് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കുന്ന കാരമൽ സിറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു സോസ് പാനിലേക്ക്, അടി കട്ടിയുള്ള സോസ് പാനിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള അളവാണ്, 1 കിലോയുടെ ഒരു കേക്കിന്. മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. അതിനുശേഷം പഞ്ചസാര ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലായി വരും. നമ്മളിതിലേക്ക് ഇപ്പോൾ തവിയൊന്നും തൊടരുത്, ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ഉരുകി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിതിൽ തവി തൊട്ടാൽ മതി, അല്ലാതെ ഇത് എല്ലാം നന്നായിട്ട് ഉരുകി കിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പം മുഖമൊക്കെ മാറ്റി പിടിക്കുക, ആവി മുഖത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെക്കുക. അതിന് ശേഷം ഈ ഒരു സിറപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞത് 1/2 കപ്പായിട്ട് റെഡ്യൂസ് ആവും, നല്ല കുറുകിയിട്ട്. അപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഒരേ സമയം 2 കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, ഞാനിവിടെ കാണിക്കുന്നത് ഒരു കേക്കിനുള്ള അളവാണ്. അപ്പോൾ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ വളരെ കുറച്ച് മതി, ഒരു 1/8 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. പിന്നെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു 1/8 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മുഴുവനുള്ള ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 കറുവപ്പട്ട, 3 ഗ്രാമ്പു, 4 ഏലക്ക, പിന്നെ ഒരു പകുതി ജാതിപത്രി, ഇത്രയും കൂടെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികൾ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നെങ്കിൽ അങ്ങനെയും ചേർക്കാം.
ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയും കുറച്ച് കാഷ്നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൊടിയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിയും പിന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനാണ്. ഇനി നമുക്ക് കേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 125 ഗ്രാം ബട്ടറാണ്. ഇത് ഉപ്പില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൊടിയിൽ ഉപ്പ് ചേർക്കണ്ട. ആദ്യം ഈ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിനി പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. ആദ്യം ഡ്രൈ ആയിട്ടിരിക്കുമെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ക്രീമായിട്ട് വരും. പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കുന്നത്. മുട്ട നമ്മൾ എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടർ പിരിഞ്ഞു പോകത്തില്ല. പിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് ചെയ്ത് വരുമ്പം കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. മുട്ട കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ്, നമ്മൾ 1/2 കപ്പാണ് കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ പൊടിയും കാരമൽ സിറപ്പും ഇടവിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുമ്പം അതിൽ നിന്നും കുറച്ച് റമ്മൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അതുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം അതിൻ്റെ അളവ് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല. അവസാനം നമ്മളൊരു സ്പാറ്റുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. 1.5 കപ്പ് തന്നെ ചേർക്കണം നിർബന്ധമില്ല. 1 കപ്പ് ചേർക്കാം. ഇനി 2 കപ്പ് ചേർത്താൽ ഒന്നുകൂടി റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള പ്ലം കേക്ക്സിൻ്റെ റെസിപ്പീസിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ലിങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടു നോക്കാം. എഗ്ലെസ് പ്ലം കേക്കും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇല്ലാത്തതും അങ്ങനെ പല രീതിയിലുള്ള പ്ലം കേക്ക്സ് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇതേ സമയം നമ്മളൊരു 15 മിനിറ്റ് അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ 4D ഹോട്ട് എയർ എന്ന് പറഞ്ഞൊരു മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കോയിൽ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ബോട്ടം കോയിലും അതുപോലെ ടോപ്പ് കോയിലും ഹീറ്റാക്കുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ട്സും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ മുന്തിരിങ്ങയൊക്കെ വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുപോലെ കേക്ക് ഞാൻ ഏറ്റവും താഴത്തിൻ്റെ തൊട്ട് മുന്നിലത്തെ റാക്കിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കേക്ക് ഇപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഈ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അതുപോലെ കേക്ക് ബേക്ക് ചെയ്ത് ഉടനെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാതാക്കാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ബേക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് പെട്ടെന്നൊന്നും കേടാവില്ല ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് 1 മാസം ഒക്കെ വരെ നിങ്ങൾക്ക് ഈ കേക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ക്രിസ്മസിന് ഇപ്പോഴേ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ ഈ രീതിയിൽ കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്